അന്തിവിണ്ണിലമ്പിളിക്കല തിളങ്ങണുണ്ട് ചങ്ക് തൊട്ടുപാട് പൈങ്കിളി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം ഇപ്പോൾ വ്യസന സമേതം ബന്ധുമിത്രാദി തന്നെയാണ്. ആക്ച്വലി ഈ ക്യാരക്ടറിന് വേറൊരാൾ ഫിക്സ് ആയായിരുന്നു, പക്ഷേ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 3 ദിവസം മുമ്പ് എന്തോ പുള്ളി ഇന്ന് ബാക്ക് ഓഫ് ചെയ്തു. എന്തോ കാരണവശാൽ പുള്ളി മാറി. ഇനിയും ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണോ താല്പര്യം? അഭിനയത്തിനോടുള്ള ഒരു ആഗ്രഹം കൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ ഒരുപാട് പേര് ഈ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്നത്. ഇവരുടെ ഒരു വളർച്ച കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഭയങ്കര സന്തോഷമല്ലേ? സന്തോഷവും പ്രതീക്ഷയും നമുക്കും ഒരു ഹോപ്പ് തരുന്ന പരിപാടിയാണല്ലോ ഇതൊക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം അതിൽ ഭയങ്കര ഒരു സംഭവം, ഒരു റെവലേഷൻ പോലെ ആയത് എനിക്കൊന്ന് ഹാഷിറിന്റെ വാഴ വന്നതായിരുന്നു. കാര്യം അത്രയും എല്ലാ കാലത്തുള്ള ട്രെൻഡ് ആയിരുന്നല്ലോ. അതായത് പണ്ട് മിമിക്രിന്ന് കുറെ ആളുകൾ സിനിമയിൽ വന്നിട്ടുണ്ട്, പക്ഷെ അതിൽ കുറെ ആൾക്കാരാണ് ഒരുപാട് നാൾ സർവൈവ് ചെയ്തത്. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ടി വിന്ന് ഈ കോമഡി സ്റ്റാർസ് പോലെ പരിപാടി നസീസ് ഖാൻ വെച്ചിട്ട് അവരൊക്കെ അങ്ങനെ വന്നതാണ്. അപ്പോൾ അതുപോലെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ നിന്ന് ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇതും കുറച്ച് ആളെ ഓടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഓടിത്തീരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും പറ്റിയാൽ പറ്റി. ഷമീർ ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്, അത് മിക്കവാറും അടുത്ത വർഷം ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൽ തന്നെ ഷമീറിന്റെ ഓപ്ഷനിലുള്ളത് വേറൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്. അപ്പൊ അതിന്റെ അർത്ഥം കോമ്പറ്റീഷൻ ഒന്നും ഇല്ലെന്നുള്ളതാണല്ലോ. സിനിമാ പ്രാന്തൽ ഇന്ന് കൂടെ ഉള്ളത് ജാസിമാണ്. ജാസിം, വെൽക്കം. താങ്ക് യു. കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ വിളിച്ച് ഇപ്പോഴാണ് ഒന്ന് അടുത്ത് കിട്ടിയത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം ഇപ്പോൾ വ്യസന സമേതം ബന്ധുമിത്രാദി തന്നെയാണ് വിശേഷം. അപ്പൊ അതിന്റെ ഈ തിയേറ്റർ വിസിറ്റും പരിപാടിയൊക്കെ ഓട്ടത്തിലായതുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞത്. ഞാൻ ഇന്നലെയാണ് അറിയണേ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നോർമലി നമ്മൾ കാണുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും ഇപ്പോൾ സിനിമയിലേക്ക് എത്തിയൊരു ആക്ടർ ആയിട്ട് ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അറിയുന്നില്ല അവരുടെ മറ്റൊരു സൈഡ്, അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വേറൊരു സൈഡ് അറിയുന്നില്ല. ഈ വർക്കും ഈ കോണ്ടന്റ് ക്രിയേഷനും സിനിമ അഭിനയം എല്ലാം കൂടെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നുണ്ട്? അത് ഇപ്പോൾ സിനിമാഭിനയം ജസ്റ്റ് ഇങ്ങനെ ഇത് ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ വർക്കിനെ ബാധിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം മാക്സിമം എത്ര നാൾ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും നാൾ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. കാര്യം ചൂരൽ വലുതായിട്ട് എഫക്റ്റ് ചെയ്തിട്ടില്ല. കാര്യം എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ്, വർക്ക് ഫ്രം ഹോമാണ്. ഇപ്പോൾ വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ചൂരൽ എപ്പോഴും നമ്മൾ രാവിലെ ഞാൻ ഉറക്കമണിയിട്ട് ആ ഒരു സമയത്ത് 11-12 മണിക്ക് വൈകിട്ട് ഒരു 4 മണിക്ക് ഇടയ്ക്കായിരിക്കും ഷൂട്ട് ചെയ്തത്. അപ്പോൾ ചൂരൽ ഒരു തരത്തിലും ജോലി എഫക്റ്റ് ചെയ്തിട്ടില്ല. സിനിമയിൽ ഇപ്പോൾ ഈ വ്യസന സമയത്താണെങ്കിലും എനിക്ക് തോന്നുന്നു ആകെ ഒരു 3 ദിവസം എന്തോ എനിക്ക് ലീവ് എടുക്കേണ്ടി വന്നിട്ടുള്ളൂ. കാര്യം എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണല്ലോ. ഇത് ഫുൾ ഒരു ദിവസം പകൽ നടക്കുന്ന കഥയല്ലേ. അപ്പോൾ എല്ലാ ദിവസവും 5 മണിക്ക് ഷൂട്ട് കഴിയും, ഞാൻ പോവും, വർക്ക് ചെയ്യും, രാത്രി 2 മണിയാകുമ്പോൾ കിടന്നുറങ്ങും, രാവിലെ എണീച്ച് വരും. അപ്പോൾ ഇതുവരെ അങ്ങനെ എഫക്റ്റ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ എഫക്റ്റ് ചെയ്ത് മാക്സിമം കൊണ്ടുപോകണം. കാര്യം അതാണ് സേഫ്. വെറുതെ റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അല്ല. IT ഫീൽഡ് തന്നെയാണോ? ഞാൻ റിക്രൂട്ടിംഗ് ആണ്, US റിക്രൂട്ടിംഗ്, IT സ്റ്റാഫ്, ടെക്നിക്കൽ റിക്രൂട്ടറാണ്. എനിക്ക് ആ ഒരു സൈഡ് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത്. ഇപ്പൊ സിനിമയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു ഈ വ്യസന സമേതം എത്തിയത്? ഇപ്പൊ നമുക്കറിയാം കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് കുറേ പേര് ആ ഒരു സിനിമയിലുണ്ട്. ഇപ്പൊ വിപിൻ ദാസ് എന്ന് പറയുന്ന ഡയറക്ടർ, പ്രൊഡ്യൂസർ, അങ്ങനെയുള്ള പുതിയ ടാലൻസിനെല്ലാം, അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടാലൻസിനെ ഇപ്പൊ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വിപിൻ ചേട്ടൻ എങ്ങനെയായിരുന്നു ജാസിമിലേക്കൊക്കെ എത്തിയത്? ഇത് ആക്ച്വലി വിപിൻ ദാസ് ചേട്ടനല്ല, വിപിൻ്റെ ഡയറക്ടർ. പുള്ളി ഇത് കുറേ നാൾ മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷമായിട്ട് പുള്ളി ഈ പ്രോജക്റ്റിലാണ്, വിപിൻ ചേട്ടൻ, ഡയറക്ടർ വിപിൻ ചേട്ടൻ. അപ്പം ഇതിന് മുമ്പ് വേറൊരു ആർട്ടിസ്റ്റും കുറേയൊക്കെ സ്ക്രിപ്റ്റ് വേറൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. ആക്ച്വലി സെയിം തന്നെയാണ് എങ്കിലും ഇപ്പോൾ ഉള്ള കുറേ സാധനങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പോൾ അന്നും ഞാനും ഷമീർ ഇതിലുണ്ടായിരുന്നു, വേറെ 2 ക്യാരക്ടേഴ്സായിട്ട്. പിന്നെ കുറച്ച് ഡിലേ ആയി. അപ്പോൾ ഡിലേ ആയപ്പോൾ നമ്മുടെ ഡയറക്ടർ വിളിച്ച് പറഞ്ഞടാ, നിങ്ങൾ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പിടിച്ചോ, ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, കുറച്ച് ഡിലേ ആവുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാനിത് വേറെ ഒരു വഴി അറിഞ്ഞു, ഇത് ഷൂട്ടിംഗ് തുടങ്ങി, വിപിൻ ദാസ് ഏട്ടൻ്റെ ഏറ്റെടുത്തു എന്ന് ഞാൻ അറിഞ്ഞു. കാര്യം ഇതിൽ തന്നെയുള്ള നമ്മുടെ പ്രമോദ് ഏട്ടൻ, ഉപ്പ് എന്ന് പറഞ്ഞ സീരീസിലൊക്കെ ഉള്ള പ്രമോദ് ഏട്ടൻ ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയും അന്നേ ഈ പടത്തിലുണ്ട്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്തോടെ മറ്റേ തുടങ്ങിയെന്ന് തോന്നുന്നു, നിങ്ങളെ വിളിച്ചോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വിളിച്ചില്ല ചേട്ടാ, അപ്പോൾ ചിലപ്പോൾ കാണില്ലായിരിക്കും, അങ്ങനെ വിട്ട്. എന്നിട്ട് പുള്ളി എൻ്റെ അടുത്തോടെ നീ ചുമ്മാ ഒന്ന് മെസ്സേജ് അയച്ചു, ഡയറക്ടർ ഒന്ന് മെസ്സേജ് അയച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേണം വെറുതെ, ഇനിയിപ്പം എന്തെങ്കിലും മാറ്റം കാണും, അതുകൊണ്ടായിരിക്കും, എന്നാലും നീ വെറുതെ മെസ്സേജ് അയച്ചോന്ന് പുള്ളിയാണ് പറഞ്ഞത്. പുള്ളി പറഞ്ഞപ്പോൾ ഞാൻ ഡയറക്ടറിന് മെസ്സേജ് അയച്ചു, എന്തായിട്ട് നമ്മുടെ പടം ഓണായോ, എന്താണ് അപ്ഡേറ്റ് എന്ന് വെച്ച്. ഷൂട്ട് തുടങ്ങാറെന്ന് ഞാൻ അറിഞ്ഞുവെങ്കിലും ഒന്നും അറിയാത്ത പോലെ അപ്ഡേറ്റിലുണ്ടോ എന്ന് വെച്ചപ്പോഴത്തേക്കും പുള്ളി മെസ്സേജ് ഇടാ, 1 മിനിറ്റ് ഞാൻ ഇപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഇന്നിപ്പോൾ ട്രിവാൻഡ്രത്തൊന്ന് വരാൻ പറ്റുമെന്ന് വെച്ചു. അപ്പോൾ ഷൂട്ടിന് 3 ദിവസമേ ബാക്കിയുള്ളൂ. ഷൂട്ട് തുടങ്ങിയ 3 ദിവസം മുമ്പാണ് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത്, പുള്ളി വിളിക്കുന്നത്. അപ്പോൾ ചെന്നപ്പോഴത്തേക്കും കുറച്ച് അത്യാവശ്യം ഉള്ളൊരു ക്യാരക്ടറാണ്, ബൈ ചേട്ടൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ്.
ഓക്കെ ആണെന്നൊക്കെ ചോദിച്ചു. കുഴപ്പമില്ല, ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജസ്റ്റ് ഓഡീഷനൊന്നുമല്ല, ജസ്റ്റ് ഒരു സാധനം ചെയ്ത് നോക്കി. എന്നിട്ട് ഞാൻ അപ്പോഴേ അവരുടെ അടുത്ത് പറഞ്ഞു, കാര്യം പെട്ടെന്നില്ല ഇല്ല. ഞാൻ പറഞ്ഞു വിജയേട്ടാ ഇത് എന്നെ വിളിച്ച് വരുത്തി ചെയ്യിപ്പിച്ചതിൻ്റെ പേരിൽ എന്നെ കാസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയൂല, ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലടാ ഓക്കെയാണ് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് തുടങ്ങിയത്. എന്നിട്ട് പിന്നെയാണ് വിജയേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്, ഡയറക്ടർ വിജയേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളിക്ക് ആക്ച്വലി ഷമീറിനായിരുന്നു പുള്ളി ഉദ്ദേശിച്ചത്. പുള്ളിക്ക് അതായത് ഈ ക്യാരക്ടറിനെ ഓൾറെഡി വേറൊരാൾ ഫിക്സ് ആയായിരുന്നു. വേറൊരാൾ ഫിക്സ് ആയി, അങ്ങേര് ആക്ച്വലി ഈ ക്യാരക്ടറിന് വേറൊരാൾ ഫിക്സ് ആയായിരുന്നു. പക്ഷേ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 3 ദിവസം മുമ്പ് എന്തോ പുള്ളി ഇന്ന് ബാക്ക് ഓഫ് ചെയ്തു, എന്തോ കാരണവശാൽ പുള്ളി മാറി. അപ്പോൾ പകരം ആരെന്ന് ആലോചിച്ചപ്പോഴത്തേക്കും ഡയറക്ടർ വിപിൻ ചേട്ടൻ ഷമീറിനാണ് വിചാരിച്ചത്. അപ്പോൾ ആ സമയത്താണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ വിപിൻദാസ് ചേട്ടൻ ഡയറക്ടറിനടുത്ത് പറഞ്ഞു നമുക്ക് ഷമീറിനെ വേണ്ട, ജാസ്മിനെ പിടിച്ചു നോക്കാം. കാര്യം ഷമീർ ഓൾറെഡി ഇപ്പോൾ 1-2 പടങ്ങളായല്ലോ, ജാസ്മിൻ ഇതുവരെ ആയിട്ടില്ലല്ലോ, അപ്പോൾ ഫ്രഷ് ആയിരിക്കും. പിന്നെ ഈ അവൻ്റെ എനിക്കൊന്ന് ഈ ക്യാരക്ടറിന് ചിലപ്പോൾ ലുക്ക് വൈസും ചിലപ്പം രാഷ്ട്രീയക്കാരൻ ആ പരിപാടി, ഇപ്പോൾ ജാസ്മിനെ പിടിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ കറക്റ്റ് സമയത്ത് ഞാൻ മെസ്സേജ് അയക്കുന്നു, വിപിൻ ചേട്ടൻ പറഞ്ഞു എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോൾ പുള്ളി വന്നു കയറി. അപ്പോൾ മെസ്സേജ് ചെന്നില്ലായിരുന്നെങ്കിലോ? ഞാൻ ചോദിച്ചിട്ടുണ്ട് വിപിൻ ചേട്ടൻ. അപ്പോൾ ഇല്ലടാ ചെന്നില്ലായിരുന്നെങ്കിലും വിളിക്കുമായിരുന്നു, പക്ഷേ നീ കറക്റ്റ് സമയത്ത് മെസ്സേജ് അയക്കുകയും ചെയ്തു. അത് ഒരു കോയിൻസിഡൻസ് ആയിരുന്നു. കാര്യം നമ്മൾ ഡിസ്കഷൻ നടക്കുകയായിരുന്നു, ഷമീറിൻ്റെയും എൻ്റെയും കാര്യം ഡിസ്കഷൻ നടക്കുകയായിരുന്നു. അപ്പോൾ വിപിൻദാസ് ചേട്ടൻ ഓൾറെഡി പറഞ്ഞു നിന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നിന്റെ മെസ്സേജും വരുന്നതെന്ന് പറഞ്ഞു. ഒരുമിച്ചായിരുന്നു സംഭവിച്ചതെന്ന് പറഞ്ഞു. ഇപ്പം നോർമലി നമ്മൾ ഈ റീൽസിൽ കണ്ടുവരുന്നൊക്കെ ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് സിനിമയിലേക്ക് വരുമ്പം അവർ എന്ത് ടൈപ്പ് കണ്ടന്റ് ആണോ ചെയ്യുന്നത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടാറുണ്ട്. ഇപ്പം വാഴ എടുത്തു കഴിഞ്ഞാൽ ഹാഷിർ ആൻഡ് ടീമൊക്കെ അവരുടെ ആ കണ്ടന്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരുന്നു. പക്ഷെ ജാസ്മിനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഫണ്ണി ആയിട്ടുള്ള റീൽസാണ്, ഒരു കോമഡി. ഇപ്പം നമുക്കറിയാം ഓരോ ആനിമൽസിൻ്റെ സാധനങ്ങൾ, തത്ത, കാക്ക, അതൊക്കെ എങ്ങനെ ചെയ്തു വന്നിട്ട് എല്ലാം കോമഡി ജോണേഴ്സാണ്. അവിടെ സിനിമയിൽ വന്നപ്പോൾ പക്ഷെ ഇത് ക്യാരക്ടർ നമുക്ക് കാണുമ്പോൾ ഒരു കോമഡി ഫീൽ ചെയ്യുമെങ്കിലും ക്യാരക്ടർ അതായിരുന്നില്ല. സോ ആ ഒരു ഷിഫ്റ്റ് എങ്ങനെയാണ്? അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം നമ്മളിപ്പം റീൽസ് ചെയ്തിട്ട് സിനിമ ചെയ്യുമ്പോഴത്തേക്കും അതേ ഒരു റെപ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പം സേഫ് അതാണെന്ന് തോന്നുന്നു, ആൾക്കാർക്ക് കുഴപ്പമില്ലാതെ തോന്നുമായിരിക്കും. പക്ഷേ ഇത് അവർ ചെറിയൊരു എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം ഞാൻ ഇപ്പോൾ സീരിയസ് ക്യാരക്ടറാണല്ലോ എൻ്റെത്. എനിക്കതിനെ പ്രത്യേകിച്ച് ഇതിൽ ഹ്യൂമറൊന്നും എനിക്ക് ചെയ്യാനില്ല. ചിലപ്പോൾ സീനിൽ വരുന്ന എന്തെങ്കിലും എനിക്കൊന്ന് ജോമനായിട്ടുള്ള സ്ഥലത്തൊക്കെ ആ സീനിൽ വരുന്ന ഹ്യൂമറാണല്ലേ, എനിക്ക് പെർഫോം ചെയ്യാനായിട്ട് അങ്ങനെ ഒന്നുമില്ല. എൻ്റെ എല്ലാം ഫുള്ള് സീരിയസ് പരിപാടിയാണ്. അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഉള്ള ടെൻഷനായിരുന്നു. പക്ഷേ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, അവർ ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. കാര്യം ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റില്ല, ഞാൻ ഹാപ്പിയാണ്. കാര്യം എന്താ റീൽസിൽ അതേ റെപ്യൂട്ടേഷൻ വരുന്നേക്കാളും നല്ലത് ഇതാണെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണോ താല്പര്യം? അല്ല അങ്ങനെയല്ല, ഇതുവരെ വേറെ ഒന്നും ആയിട്ടില്ല, ബിസിനസ് സമയം നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി വരുന്നത് നോക്കിയിട്ട്, അതായത് ഇങ്ങനെ വെറൈറ്റി സാധനങ്ങൾ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. എങ്കിലും നമുക്ക് അറിയാൻ പറ്റും ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ അപ്പോഴേ അറിയാൻ പറ്റും. ഇത് തന്നെ ഇപ്പം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ചെയ്യുമ്പോൾ ടെൻഷനുണ്ട്, ചെയ്ത് കഴിഞ്ഞിട്ട് ടെൻഷനുണ്ട്. ഇപ്പം പക്ഷേ ആൾക്കാർ അത്യാവശ്യം തിരക്കേടില്ലാതെ അഭിപ്രായം പറയുന്നുള്ളതുകൊണ്ട് ഹാപ്പിയാണ്. അപ്പോൾ അതുപോലെ വേറെ സാധനങ്ങൾ കിട്ടിയാലല്ലേ അറിയാൻ പറ്റും ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. ഇതിലിപ്പോൾ കുറേ കംഫർട്ട് സോൺ ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രം സ്ലാങ് ആണ്, കോമഡി അല്ലെങ്കിലും സ്ലാങ് എൻ്റെ സ്വന്തം സ്ലാങ് തന്നെയാണ്, വേറെ അതിൽ ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ ചുറ്റും കുറേ അറിയാവുന്ന ആൾക്കാർ, ഇപ്പം ജോമോൻ, സിജു, സുബിൻ, ഇവരൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്. പിന്നെ ഡയറക്ടർ വിപിൻ ചേട്ടൻ ഭയങ്കര ഫസ്റ്റ് ദിവസം തന്നെ ഭയങ്കര കമ്പനിയായി. പിന്നെ അസീസ് കായലും നോബി ചേട്ടനും അവരുമായിട്ട് ഭയങ്കരമായിട്ട് സിങ്കായി. ബൈജു ചേട്ടൻ മാത്രമാണ് കുറച്ച് നമുക്കൊരു പേടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അതും വിത്തിൻ ഒരു സീനിയർ ആക്ടർ എന്നുള്ള രീതിയിലുള്ള പേടിയായിരുന്നു. അതും പിന്നെ ബൈജു ചേട്ടൻ്റെ ക്യാരക്ടർ, ഞാനും ബൈജു ചേട്ടനുമാണല്ലോ ഇതിൽ പടം കണ്ടതല്ലേ. അപ്പോൾ നമ്മൾ രണ്ടുപേരുമാണ് കുറച്ചൊരു അത്ര ചേർച്ചയില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ സീനുമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പെട്ടെന്ന് മാറി, അടിപൊളിയായിട്ട് തന്നെ വന്നു. ഇപ്പൊ ഈ ഇതിലുള്ള എല്ലാവരും അറിയുന്നവരായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പം ഒട്ടുമിക്ക ഇപ്പം റീസെന്റ് ആയിട്ടുള്ള കുറച്ച് നാളായിട്ടുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് സിനിമയിലോട്ട് വരുന്ന ഒരുപാട് പുതിയ പുതിയ ടാലൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരാണ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ഒട്ടുമിക്ക പേരായിട്ടും പേഴ്സണലി തന്നെ പരിചയം ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ തന്നെ ഇങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും ഗ്രോത്ത് പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇൻഡിവിജ്വലി എല്ലാവരുടെയും ആ ഗ്രോത്ത് കാണുമ്പോൾ, അത് സിനിമ അഭിനയത്തിനോടുള്ള ഒരു ആഗ്രഹം കൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ ഒരുപാട് പേര് ഈ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്നത്. ഇവരുടെ ഒരു വളർച്ച കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഭയങ്കര സന്തോഷമല്ലേ. സന്തോഷവും പ്രതീക്ഷയും നമുക്കും ഒരു ഹോപ്പ് തരുന്ന പരിപാടിയാണല്ലോ ഇതൊക്കെ. ഇപ്പം എനിക്കൊന്ന് ഇപ്പോൾ അതിൽ ഭയങ്കര ഒരു സംഭവം, ഒരു റെവലേഷൻ പോലെ ആയത് എനിക്കൊന്ന് ഹാഷിറിൻ്റെ വാഴ വന്നതായിരുന്നു. കാര്യം അത്രയും ഒരു വെൽക്കമിങ് കിട്ടിയവർക്ക് അത് ഭയങ്കര പരിപാടിയായിരുന്നു. പിന്നെ നമുക്ക് ഇപ്പം എനിക്കൊന്ന് ഷമീറിന് പ്രേമലു കിട്ടിയതായാലും അപ്പോൾ ആ ഒരു അതൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇത് എല്ലാ കാലത്തുള്ള ട്രെൻഡായിരുന്നല്ലോ. അതായത് പണ്ട് മിമിക്രിയിൽ നിന്ന് കുറേ ആളുകൾ സിനിമയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് ആൾക്കാരാണ്, പക്ഷെ കുറച്ച് ആൾക്കാരുണ്ട് എങ്കിലും കുറച്ച് ആൾക്കാരാണ് ഒരുപാട് നാൾ സർവൈവ് ചെയ്തത്.
പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ടി വിയിൽ നിന്ന് ഈ കോമഡി സ്റ്റാർസ് പോലെ പരിപാടി നസീസ് ഖാൻ വെച്ചിട്ട് അവരൊക്കെ അങ്ങനെ വന്നതാണ്. അപ്പോൾ അതുപോലെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇതും കുറച്ച് ആളെ ഓടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഓടിത്തീരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും പറ്റിയാൽ പറ്റി, പിന്നെ സർവൈവ് ചെയ്യുന്നത് ഇന്നത്തെ കാര്യം. കര പറ്റണം, ആ ട്രെൻഡ് മാറുന്നതിന് മുമ്പ് കര പറ്റിയാൽ പറ്റി. അപ്പോൾ അതിനു മുമ്പ് കയറാൻ പറ്റിയത് ഹാപ്പിയാണ്. ഇതിന് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ള നോക്കണം. ഈ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാം എന്നുള്ള തീരുമാനം എങ്ങനെയായിരുന്നു? അത് ഷമീർ അതിപ്പോഴല്ല, ആക്ച്വലി നമ്മൾ എനിക്കൊന്ന് ചൂരൽ റീൽസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 4 വർഷമൊക്കെ ആവുന്നുള്ളൂ. പക്ഷെ നമ്മൾ ശരിക്കും 2016 8-10 വർഷമായി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഷമീർ ഗൾഫിൽ നിന്ന് ജോലി വിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നുള്ളൊരു അതൊരു കരിയറായിട്ട് തുടങ്ങാം എന്നൊരു പ്ലാനിലാണ് ഷമീർ വരുന്നത്. ഗൾഫിൽ നിന്ന് ജോലി എടുത്തത്. ഞാൻ MBA പഠിക്കുകയാണ്. അങ്ങനെ വന്ന് നമ്മൾ കുറേ എന്തൊക്കെയോ ട്രൈ ചെയ്തു, യൂട്യൂബിൽ വീഡിയോസ് ചെയ്ത് നോക്കി, പിന്നെ കുറച്ചുകൂടെ സ്ക്രിപ്റ്റ് ചെയ്ത് അതുകൊണ്ട് നടന്നു. പിന്നെ ഷമീർ 1-2 സിറ്റ്കോംസ്, ഈ ചക്കപ്പഴം, ഉപ്പുമുളക് അതിലൊക്കെ വർക്ക് ചെയ്തു. അതിനിടയിൽ നമ്മൾ ചൂരൽ ആക്ച്വലി ആദ്യം നമ്മൾ യൂട്യൂബിൽ വലിയ വീഡിയോസാണ് ചെയ്തു തുടങ്ങിയത്. അതൊന്നും അങ്ങോട്ട് വർക്കായില്ല. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്തു തുടങ്ങിയപ്പോഴാണ് 4 ആൾ കണ്ടു തുടങ്ങിയത്. അതാണൊന്ന് ബ്രേക്ക് ആയത്. ടിക്ടോക്ക് ഇല്ലായിരുന്നു ആ ടൈമിൽ? ടിക്ടോക്ക് അല്ല, അതിനു മുമ്പ് ഡബ് സ്മാഷ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, അറിയാമോ? ഡബ് സ്മാഷ് ചെയ്യുമായിരുന്നു ഞാൻ ഡബ് സ്മാഷ് ചെയ്യുമായിരുന്നു. ഷമീറും ചെയ്യുമായിരുന്നു. ഞാൻ ആ സമയത്ത് ചെയ്ത് 1-2 സാധനമൊക്കെ കുറച്ചൊക്കെ വൈറലൊക്കെ ആയിട്ടുണ്ട്. ഡബ് സ്മാഷ് ചെയ്യുമായിരുന്നു. പിന്നെ ഷമീർ സ്മ്യൂളിൽ ഷമീർ അത്യാവശ്യം പാട്ട് പാടുമായിരുന്നു. അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞത്, ഞാനിങ്ങനെ ഇൻ്റർവ്യൂവിന് മുന്നേയായിട്ട് പഴയ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പം, ഒരുപാട് പഴയതല്ല, ഇപ്പം 2 മാസം മുന്നേ ഉള്ള IPL വെച്ച് 14 വയസ്സുള്ള ആളുടെ കാര്യം പറയുന്നുണ്ട്. അതിൽ പറഞ്ഞു 14 വയസ്സുള്ളപ്പോൾ ജാസിം കിടന്നു മുള്ളുമായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിൽ തന്നെ ആ ഒരു ബോണ്ട് അറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഒരു ബോണ്ടിനെ പറ്റി എന്താ പറയാനുള്ള? കസിൻസ് ആണ്? കസിൻസ് ആണ്. അത് നമ്മൾ കൊച്ചിലെ മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്നതാണ്. അപ്പോൾ ഷമീറിന് അന്നേ ഈ ഒരു കുറച്ച് ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ടെന്ന് വെച്ചാൽ അവൻ എല്ലാവരുടെ അടുത്തും അങ്ങനെ ഭയങ്കരമായിട്ട് മിങ്കിളാവില്ല. അപ്പോൾ അവൻ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന വളരെ ചുരുക്കം ആളുടെ ഒരാൾ ഞാൻ. അപ്പം ഇവൻ അങ്ങനെയുള്ള സർക്കിളിൽ ഭയങ്കരമായിട്ട് ഭയങ്കര ക്രാക്ക് തമാശകളൊക്കെ പറയും. അപ്പം അന്ന് ഈ ഒരു സംഭവം എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള സാധനങ്ങൾ പറയും. ആൾക്കാർ അടുത്തുള്ളവരെ ചിരിപ്പിക്കാനായിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പം ഞാനും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തമ്മിൽ ചിരിപ്പിക്കാനായിട്ട് ഭയങ്കര ചളികളൊക്കെ കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യും. അപ്പം അതാണ് ഹെൽപ്പായ. അതാണ് പിന്നെ ഇതിനെ ഹെൽപ്പ് ചെയ്തത്. നമ്മൾ ഇപ്പോൾ വീഡിയോസ് ചെയ്യുമ്പോഴും ആ ഒരു എന്താ പറയുന്നത് കെമിസ്ട്രി ആയിരിക്കും, അല്ലെങ്കിൽ ബോണ്ടായിരിക്കും. നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്ന ആൾക്കാർക്ക്. എനിക്കും ഏറ്റവും ഇഷ്ടം നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം നമ്മൾ ക്യാമറ സ്റ്റഡി ആയിട്ട് വെച്ചിട്ട് 2 ഷോട്ട് ചില വീഡിയോസ് ചെയ്യാറുണ്ട്. നമ്മൾ 2 പേരും ഫ്രെയിമിൽ തന്നെ ഫുൾ ടൈം കാണും. വലിയ കട്ടൊന്നുമില്ല, അത് ഒറ്റ ടേക്കിൽ നമ്മൾ എടുക്കുന്ന സാധനങ്ങളുണ്ട്. എനിക്കത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം നമ്മൾ ഒരുമിച്ച് വെറുതെ സംസാരിക്കുന്ന പോലെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷമീറോട്ട് അങ്ങനെ ചെയ്യാം. ഈ കണ്ടന്റിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇല്ല, ഇത് അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. കാര്യം ഇത് ഫുൾ എല്ലാം ഷമീർ തന്നെയാണ്. ഒരു 100% ഷമീർ തന്നെയാണ് കണ്ടന്റ്സ് എല്ലാം ചെയ്യുന്നത്. ഞാൻ എന്തെങ്കിലുമൊക്കെ ചില സജഷൻസ് എല്ലാം പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഷൂട്ടിംഗ് സമയത്ത് കൈ നിടും. നമ്മൾ ചൂരൽ റീൽസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ കുറച്ചുകൂടെ ഇൻവോൾവ് ചെയ്യുമായിരുന്നു. അതായത് വീഡിയോ നമ്മൾ വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഷമീർ വാട്സാപ്പിൽ വോയിസ് നോട്ട് അയക്കും. അത് ഞാൻ പഠിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഷമീർ അയക്കുമ്പോഴത്തേക്കും ഞാൻ അപ്പം തന്നെ എന്തെങ്കിലും തോന്നുന്ന സജഷൻസ് പറയും, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ സജഷൻസ് പറയും. പിന്നെ എനിക്ക് തോന്നി എൻ്റെ ആവശ്യമില്ല. കാര്യം ഇവൻ ചെയ്യുന്ന സാധനം ഇപ്പം ഞാൻ ഇൻവോൾവ് ചെയ്യാത്ത സാധനവും വർക്കാവുന്നുണ്ട്. ഇപ്പോൾ വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാനിവിടെ ഇൻപുട്ട് ചെയ്യുമ്പോഴത്തേക്കും വെറുതെ സമയം പോകുന്ന പരിപാടിയാണ്. നമ്മൾ പണ്ട് ഒരുമിച്ച് സ്ക്രിപ്റ്റൊക്കെ എഴുതുമ്പോഴും അതാണ്. ഇവൻ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും, എനിക്കത് പറ്റില്ല. എനിക്ക് ഒറ്റയ്ക്ക് അങ്ങനെ എഴുതാനുള്ള സ്കില്ലില്ല. പക്ഷേ എഴുതുന്ന സാധനത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനും, അല്ലെങ്കിൽ മനസ്സിലായില്ലേ, അങ്ങനെ പറയാൻ താളം വിടാൻ അറിയാം. അപ്പോൾ വെറുതെ അങ്ങനെ സമയം കളയേണ്ടെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ആ പരിപാടി നിർത്തി. വളരെ അപൂർവ സമയത്ത് മാത്രമേ ഇപ്പം ഞാൻ അങ്ങനെ ചോദിക്കാറുള്ളൂ എന്തെങ്കിലും സജഷൻസ്. അല്ലെങ്കിൽ ഇപ്പം തോന്നിയാലും ചിലപ്പോൾ ഞാൻ പറയാറില്ല. കാര്യം അത് വർക്കാവുമെന്നുള്ള പ്രതീക്ഷയിൽ. ഇപ്പോൾ ഈ 2 പേരും ഇപ്പോൾ ഷൂട്ടിങ്, ഇപ്പോൾ ഷമീർ ആണെങ്കിലും വേറെ പ്രോജക്ട്സിൽ പോകുന്നു, ജാസിം ആണെങ്കിലും വേറെ ഇങ്ങനെ പ്രോജക്ട്സിലോ അല്ലെ വർക്കും ഒക്കെ ആയിട്ട് മാറുമ്പം 2 പേരും 2 സ്ഥലത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ സമയത്ത് എന്ത് ചെയ്യും കണ്ടന്റ് ഇടുന്ന കാര്യത്തിൽ? ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ടല്ലോ, ഇത്ര പഴയ പോലെ ഫ്രീക്വൻസി ഇല്ല എങ്കിലും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഷമീർ ഒറ്റയ്ക്ക് ചെയ്യുന്ന വീഡിയോസും ഉണ്ടല്ലോ, അത് ആ ചെയ്യുന്ന സാധനത്തിനൊരു റീച്ച് ഉള്ളതുകൊണ്ട് അതൊരു സൗകര്യമാണ്. കാര്യം അവൻ ഒറ്റയ്ക്കായാലും അത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഒരുമിച്ച് വരുന്ന സമയത്ത് മാക്സിമം നമ്മൾ 2-3 വീഡിയോ എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കും. എങ്കിലും പഴയ പോലെ ഫ്രീക്വൻസിയിൽ ഇപ്പോൾ ഇടാൻ പറ്റുന്നില്ല, കുറച്ച് സ്ലോ ആണ്. ഞാൻ നേരത്തെ ചോദിക്കാൻ വന്നത് 14-ാം വയസ്സിൽ ശരിക്കും ജാസിം എന്ത് ചെയ്യായിരുന്നു? സ്കൂളിൽ പഠിക്കായിരുന്നു എന്നറിയാം, എന്നാലും 14-ാം വയസ്സിൽ എത്ര ക്ലാസ് പഠിക്കായിരിക്കും? 14 വയസ്സെന്ന് പറയുമ്പോൾ 14 വയസ്സ് എത്രാം ക്ലാസ്സാ? 9-ാം ക്ലാസ് അല്ലേ? ആ സമയത്ത് എനിക്ക് ചെറിയ സിനിമാ മോഹം ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ അഭിനയം എന്നല്ല, എനിക്ക് സിനിമയിൽ അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ, എന്തായിരുന്നു ആഗ്രഹം എന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. പക്ഷെ സിനിമയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്കൊന്ന് 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് പിന്നെ നമ്മൾ ഒരു 3-4 ഫ്രണ്ട്സ് ഇവിടെ ചങ്ങനാശ്ശേരി എന്തൊരു കോളേജുണ്ട്, സെൻറ്റ് ജോസഫ്, അങ്ങനെ അവിടെ കോളേജിൽ പോയി അവിടെ പോയി മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കാം എന്നൊക്കെ തീരുമാനത്തിലൊക്കെ ആയിരുന്നു 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലൊക്കെ നിൽക്കുന്നത്. പക്ഷേ ഭാഗ്യവശാൽ കൂടെ ഉണ്ടായിരുന്ന 2 പേരും +2 തോറ്റുപോയി. അങ്ങനെ അത് പ്ലാൻ ഡ്രോപ്പായി. പക്ഷെ അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഒരുത്തൻ ബാങ്ക് മാനേജറായി, വേറൊരുത്തൻ സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നു. ചൂരൽ ഞാൻ ഇങ്ങനെ പോയി വെറുതെ പഠിക്കാൻ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിങ്ങനെയൊന്നും ആവില്ലായിരുന്നു, വേറെ വഴിക്ക് പോയതിനേരം. ഈ മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കണം എന്നുള്ള ആഗ്രഹം അല്ല, അതില് എല്ലാം ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സിനിമാറ്റോഗ്രാഫി, ആ കോഴ്സിന്റെ അതിലെല്ലാം ഉണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രാഫി എല്ലാം അതിലുള്ള സബ്ജക്റ്റ് അതൊക്കെ ആയിരുന്നു. അതുകൊണ്ടുള്ള ആഗ്രഹം. അതേപോലെ എനിക്ക് സിനിമയിൽ അഭിനയം ഒന്നുമല്ല ആഗ്രഹം, എനിക്ക് എന്തെങ്കിലും സിനിമയിൽ വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അതിൽ അഭിനയം അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അഭിനയമാണ് എനിക്ക് വേണ്ടതെന്ന് റിയലൈസ് ചെയ്ത് എപ്പോഴായിരുന്നു? അതെനിക്ക് ഇപ്പോഴും അറിയാൻ വയ്യട്ടോ. എനിക്ക് ഇപ്പോഴും ആക്ച്വലി എനിക്ക് ബാക്കിൽ വർക്ക് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമുള്ള പരിപാടിയാണ്. എനിക്ക് ഡയറക്ഷൻ ചെയ്യാനോ അല്ല, എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായ കൊള്ളാമെന്നുണ്ട്. പിന്നെ അല്ല, അഭിനയം ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അതും ഞാനിപ്പോൾ ഈ വ്യസന സമയത്ത് തന്നെ എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പോയി യുവൻചേട്ടൻ പറയും. അതുപോലെ തന്നെ യുവൻചേട്ടൻ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ചിലപ്പോൾ എല്ലാവരും ഇത് എൻ്റർടൈൻ ചെയ്യണമെന്നില്ല, നമ്മൾ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോഴേ. അപ്പോൾ എനിക്ക് ചില സാധനങ്ങൾ തോന്നുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ അപ്പോൾ തന്നെ പോയി പറയും. അപ്പോൾ എനിക്ക് ആദ്യം ഒരു മടിയായിരുന്നു, പക്ഷേ പറയുമ്പോഴത്തേക്കും ഞാൻ പറയുന്നതിനൊക്കെ പുള്ളിക്കാരൻ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. ഇപ്പോൾ ചില സാധനം ഇഷ്ടപ്പെടുന്ന ആളാ അത് കൊള്ളാമെന്ന് പറയും, ചിലത് ഇല്ലടാ അതിൻ്റെ റീസൺസ് പറഞ്ഞു തരും. അപ്പം ഞാൻ ഈ പടത്തിൽ എനിക്ക് അങ്ങനെ കുറേ സന്തോഷമുള്ള പരിപാടി ഉണ്ടായിരുന്നു. കാര്യം എനിക്ക് അങ്ങനെ കുറേ സ്ഥലത്തിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ സ്പോട്ട് എഡിറ്റിംഗ് നടക്കുമ്പോഴാണെങ്കിൽ ഞാൻ അത് പോയി നോക്കിക്കൊണ്ടിരിക്കും, അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കും, പറയും. അപ്പോൾ അതും ആദ്യം പുള്ളിക്കാരൻ ആദ്യം ഒരു ബുദ്ധിമുട്ടായിരുന്നു, ഇവൻ എന്തിനു വന്നിരിക്കുന്നുള്ള മൂഡായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കും, ബ്രോ ഇത് നോക്കി ബ്രോ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്കിത് ഇൻവോൾവ് ചെയ്യാൻ ഭയങ്കരമായിട്ട് പറ്റിയിട്ടുണ്ട്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ചെറിയ OCD ഉള്ള ആളാണോ? ഇല്ല, കുറച്ച് നേരമായിട്ട് ഞാൻ കൈ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ എനിക്ക്, അതുകൊണ്ട് എവിടെ വെക്കണമെന്ന് അറിയാൻ വയ്യ. അത് നോർമലി എല്ലാവർക്കും ഈ ഫോട്ടോ എടുക്കുമ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അഭിനയിക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്? ഇല്ല, ഫോട്ടോ എടുക്കുമ്പോഴാണ് ഏറ്റവും പ്രശ്നം തോന്നുന്നത്. അഭിനയിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, എങ്കിലും അഭിനയിക്കുമ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. ആയിരിക്കും. ഇപ്പൊ ഈ പലരും അല്ല, എനിക്കും ഉണ്ടാ ഡൗട്ട്. അപ്പൊ ഞാൻ അത് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വെക്കും. അപ്പൊ കാണുന്നവര് വിചാരിക്കും ടെൻഷനാണോ ആൻസൈറ്റി കാരണം നമ്മൾ കൈ ഇങ്ങനെ വെക്കും. പക്ഷെ എന്താണെന്ന് അറിയാത്തോളാം, ശീലായിക്കോളും. അപ്പൊ ചോദിക്കാൻ വന്ന്, പലരും അറിയാത്ത ഒരു ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു സൈഡ് ഉണ്ടല്ലോ. അതായത് എല്ലാവരും വിചാരിക്കുന്ന ഒരു വീഡിയോ ഇട്ടു, പെട്ടെന്ന് റീച്ചായി, അവർ ആളുകളിലേക്ക് എത്തി. അപ്പോൾ ആദ്യം കുറച്ച് തെറിവിളി ഉണ്ടാകും, പിന്നെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് വരും. അങ്ങനെ വളർന്നു വന്ന ഒരുപാട് പേരുണ്ടല്ലോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെ. അപ്പം ഇപ്പം ചൂരലിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഗ്രോത്തിനെ എങ്ങനെയായിരിക്കും പറയാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ ഈ റീൽസ് ചെയ്തു തുടങ്ങിയതാണ് ആൾക്കാർക്ക് അറിയാവുന്നത്. ബാക്കി അതിന് മുമ്പ് നമ്മൾ ചെയ്തതെല്ലാം നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയാവൂ. അതുവരെ നമ്മൾ കുറേ പണിയെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷമീർ, അതായത് അവൻ എനിക്കൊന്നൊരു 3 വട്ടം ഗൾഫിൽ നിന്ന് ജോലി റിസൈൻ ചെയ്ത് വന്നു. എന്തെങ്കിലും ചെയ്യും, നടക്കൂല, വീണ്ടും പോവും, പോകും. അങ്ങനെ എനിക്കൊന്ന് 2-3 വട്ടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് അത്രയും റിസ്ക് ഉള്ള പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അന്നും ഈ ജോലി കണ്ടിന്യൂ ചെയ്ത് എന്നെക്കൊണ്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഇപ്പോൾ ഷമീറിൻ്റെ കൂടെ അല്ലാതെ ഞാൻ ഈ ഷോർട്ട് ഫിലിംസ് അല്ലാതെയൊക്കെ വേറെ ഫ്രണ്ട്സിനോട് ചെയ്യാൻ പോകാറുണ്ട്. അല്ലെങ്കിൽ നാട്ടിൽ ചില ചേട്ടന്മാരോട് പോയി ചെയ്യും. ഈ ഡബ് സ്മാഷ് പോലത്തെ പരിപാടി, പിന്നെ കോളേജിലായാലും എല്ലാത്തിലും കയറി അങ്ങനെയൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അല്ലാതെ ഷമീർ എടുത്ത കണക്ക് വലിയ റിസ്ക്കൊന്നും ഞാൻ എടുത്തിട്ടില്ല. ആ റിസ്ക് മൊത്തം എടുത്ത ഷമീറാണ്. പിന്നെ ഷമീറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തപ്പോഴാണ് എനിക്കും ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ മൂവായി തുടങ്ങിയത്. ആ എഫേർട്ടൊന്നും എനിക്കൊന്ന് വളരെ കുറച്ച് ആൾക്കാർക്കേ അറിയാവൂ. നമ്മളെ ഫ്രണ്ട് സർക്കിളിലും അല്ലെങ്കിൽ അന്നേ നമ്മളെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അറിയാവും. ബാക്കി എല്ലാവർക്കും ഈ റീൽസിൽ നമ്മളെ ഗ്രോത്ത് അത്യാവശ്യം പെട്ടെന്ന് റീച്ചായി. എനിക്കൊന്ന് റീൽസ് ഒരു 3-4 റീൽസ് ആയപ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാർ കണ്ടു തുടങ്ങി. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ചില റീൽസ് മാത്രം കണ്ടൊരു വിചാരം പെട്ടെന്ന് വന്നിട്ട് ഒരു ചിന്തയാവാൻ സാധ്യത ഉണ്ട്. ഈ പലരും അറിയാതിരുന്ന ഇപ്പം ഈ പല്ലിയുടെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. എനിക്കൊന്നു ഇവരുടെ ഈ ആനിമൽസിന്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അതിനെന്താ പറയണേ, ജീവികളോ, അവരുടെ നമ്മൾ അറിയാതിരുന്ന സൈഡൊക്കെ നിങ്ങളുടെ വീഡിയോസിലൂടെയാണ് കുറെയൊക്കെ അറിയുന്നത്. ഇപ്പൊ പല്ലിയുടെ വാലൂരിപ്പോന്ന് അത് അറിയായിരുന്നു, പക്ഷെ ഞെട്ടുമ്പോഴുള്ള കാര്യമാണെന്നും അത് ഇത്രയും ഫണ്ണായിട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ പ്രാവിന്റെ മറ്റേ വെള്ളരിപ്രാവിന്റെ ഉണ്ടല്ലോ, വെള്ളരിപ്രാവ് എന്നുള്ള പേര് വന്നത് അത് ആ ഒരു മോഡുലേഷൻ തന്നെ ഉണ്ടല്ലോ, വെളുത്തിരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അരി എവിടുന്ന് പറയുന്നതൊക്കെ ഉണ്ടല്ലോ. ഇതിന്റെ എല്ലാം ഡയലോഗ്സ് ആര്, ഷമീർ തന്നെയാണോ അതോ രണ്ടുപേരും ചേർന്നിട്ടാണോ? അത്
ചിലപ്പോൾ ചില ഡയലോഗുകളൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ ആ സമയത്ത് ഞാൻ കയ്യിൽ നിന്നിരുന്നതായിരിക്കും. എങ്കിലും നമ്മൾ ചെയ്യുന്ന എല്ലാത്തിൻ്റെ ഒരു 95% ഷമീറിൻ്റെ തന്നെയാണ്. ഈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡയലോഗ് എന്തെങ്കിലും ചിലപ്പോൾ കൈയിടുന്നതായിരിക്കും. അല്ലാതെ കണ്ടന്റ് മിക്കതും ഷമീർ തന്നെയാണ്. പിന്നെ റീസെൻ്റ്ലി ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ കൊളാബറേഷൻസ് ചെയ്യാൻ വരുമല്ലോ. നമ്മൾ കൊളാബറേഷൻസ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഷമീറിന് എന്തെങ്കിലും ഒരു സ്റ്റക്ക് വന്നാൽ മാത്രം ഞാൻ ചിലപ്പോൾ പറയടാ അങ്ങനെ ചിന്തിച്ച് നോക്ക്, ആദ്യം അത് മാത്രമേ പറയൂ. ഞാൻ ആ സാധനം പിടിച്ചു നോക്കി അങ്ങനെ നോക്കും. കാര്യം കൊളാബറേഷൻസ് ചെയ്തല്ലേ പറ്റൂ. കൊളാബ് കിട്ടി തുടങ്ങിയത് എപ്പോഴായിരുന്നു? കൊളാബ് എനിക്ക് നമ്മൾ ആദ്യം ചെയ്ത കൊളാബ് 2 തൊപ്പിക്കോ 2 ടീഷർട്ടിന് വേണ്ടിയാണ് ആദ്യം കൊളാബ് ചെയ്യുന്നത്. ബാറ്റർ കൊളാബ് ഏത് ഒരു പേജ് എനിക്ക് 2 ടീഷർട്ടോ തൊപ്പി അയച്ചു തന്നിട്ട് സാധനം അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ അത്യാവശ്യം കുറച്ച് നല്ല ബ്രാൻഡുകളുടെ കൊളാബ് ചെയ്യുമ്പോൾ ലുലു പോലെ അതിൻ്റെ ഡയറക്റ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ലുലു, ജിയോടെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുറേ നല്ല സാധനങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ കുറേ പ്രോജക്ട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം അദാനി പോർട്ട് ചെയ്തു. അങ്ങനെയൊക്കെ കുറച്ച് നല്ല ക്ലയൻറ്റുകളുടെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ കൊളാബറേഷൻസ് ചെയ്യുമ്പോൾ. അതെന്താ അവർ മനസ്സിലാക്കത്തതെന്ന് എനിക്കറിയില്ല. അതായത് നമുക്ക് അങ്ങനെ അധികം നെഗറ്റീവ്സ് ഒന്നും വരാറില്ല. ആകെ വരുന്ന നെഗറ്റീവ് കൊളാബറേഷൻസ് ചെയ്യുമ്പോഴാണ് പരസ്യം ആ ഒരു സാധനം. പക്ഷെ നമുക്ക് ആക്ച്വലി അത് ചെയ്തേ പറ്റൂ. അപ്പോൾ എനിക്ക് അറ്റ്ലീസ്റ്റ് വേറെ ജോലിയെങ്കിലും ഉണ്ട്. ഷമീറിൻ്റെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് ചെയ്യാതിരുന്നാൽ നമുക്ക് ഇൻകം ഇല്ലല്ലോ. പക്ഷെ ആൾക്കാർ എന്തിനാണ് അതിനിങ്ങനെ പരാതി അത് എനിക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു. ആൾക്കാരെന്താ മനസ്സിലാക്കാത്തത്? കാര്യം നമ്മൾ ചെയ്തേ പറ്റൂ, അത് വേറെ വഴിയില്ല. അപ്പം അതിന് നെഗറ്റീവ് അടിക്കുമ്പോൾ കാര്യം നമ്മളെ തന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും, അവരൊന്ന് കമൻറ്റ് അടിക്കും, പരസ്യം. അതൊരു വിഷമമുള്ള പരിപാടിയാണ്. അത് ഞാനും കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറച്ച് ഇപ്പം ഉള്ള കുറച്ച് ടീംസിന്റെ ആണെങ്കിലും കൊളാബ് സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ പറയും നല്ല രീതിയിൽ കണ്ടന്റ് ചെയ്യുക. അതെ നല്ല രീതിയിൽ കണ്ടന്റ് ചെയ്തുകൊണ്ടാണല്ലോ അവർക്ക് പരസ്യം കിട്ടുന്നത്. എങ്കിലാണല്ലോ അവർക്ക് വീണ്ടും, അതായത് ഇവർക്ക് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും ഇൻകം ഉണ്ടായാലും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതെ. ഫാമിലി സൈഡ് എങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടൊക്കെ? ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര സന്തോഷമാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അങ്ങനെ വലിയ റിസ്ക് എടുത്തിട്ടല്ല ഇതൊക്കെ ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് എന്താണ് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ റീസണും ഇല്ല. ഇപ്പോൾ ജോലിയൊന്നും ചെയ്യാതെ വീട് നോക്കാതെ ഒക്കെ ഇത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു എന്തെങ്കിലും തോന്നാം. ഞാൻ അങ്ങനെ ഒരു സ്റ്റേജിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും സപ്പോർട്ടാണ്. ഷമീറിന് നേരെ തിരിച്ചാണ്. ഷമീർ കുറേ റിസ്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഷമീറിൻ്റെ വീട്ടിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഷമീറിൻ്റെ വാപ്പായാലും, ഷമീറിൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ മാമ, പുള്ളിക്കാരൻ ഭയങ്കര സപ്പോർട്ടാണ്. വാപ്പായും ഉമ്മയൊക്കെ. ഷമീർ കാര്യം ഞാൻ 3 പ്രാവശ്യം അവൻ ഗൾഫിൽ നിന്ന് ജോലി നിർത്തി വന്നിട്ടും ഒരു കുഴപ്പമില്ല, ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ നമ്മളിടയ്ക്ക് സ്വന്തമായിട്ട് ഷമീർ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നമ്മൾ തന്നെ ഷൂട്ട് ചെയ്തൊരു സിനിമ ആക്കാനൊക്കെ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിന് ഫണ്ട് കൊടുത്ത് വാപ്പാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ അത്രയും സപ്പോർട്ടാണ്. അതുകൊണ്ട് ഫാമിലി അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് കുറച്ച് നേരമായിട്ട് ലൂപ്പിൽ മറ്റേ ലുക്കാ ചുപ്പി പാട്ടുണ്ടല്ലോ, അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. വെച്ചാൽ ഞാൻ പ്രൊഫൈൽ നോക്കിയപ്പോൾ ഇപ്പൊ കുഞ്ഞിന്റെ ഒരു വീഡിയോ കണ്ടു. ആളിപ്പോഴും ആ പാട്ടിന്റെ ലൂപ്പിലാണോ? ഇല്ല, ഇപ്പൊ അത് വിട്ടു. അത് കുറച്ചാളെ ഉണ്ടായിരുന്നുള്ളൂ. അത് പക്ഷേ ഇടയ്ക്ക് ഇത് ആ സമയത്ത് ലൂപ്പായിരുന്നു. എന്നിട്ട് പിന്നെ കുറെ നാളെ നമ്മൾ തന്നെ ഇത് വിട്ടുപോയി. നമുക്ക് അതൊക്കെ നിർത്തി. പിന്നെ അങ്ങനെ വലുതായിട്ട് കേൾക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഞാനിതൊരു പുതിയ സ്പീക്കർ വാങ്ങിച്ചപ്പോഴത്തേക്കും അപ്പോൾ ഇവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വെറുതെ ഈ സ്പീക്കറിൽ ഫസ്റ്റ് ഈ പാട്ടാണ് ഇട്ടത്. അപ്പോൾ പിന്നെ എന്തോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ സ്റ്റക്കായിട്ട് ഇങ്ങനെ നോക്കിയൊരു ഒറ്റ കരച്ചിൽ തറയിൽ കിടന്ന് വന്നിട്ട് എന്താണ് അവന് കണക്ട് ആയെന്ന് അറിയില്ല. ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് കേട്ടപ്പോൾ നിന്ന് പറഞ്ഞു ഒറ്റ വീഴ്ച കിടന്ന് കരഞ്ഞു. അയ്യോ, അങ്ങനത്തെ എന്തെങ്കിലും ജാസ്മിന് അങ്ങനത്തെ ഏതെങ്കിലും പാട്ടുണ്ടോ കേട്ട് കഴിയുമ്പോഴത്തേക്കിന്? ഇപ്പൊ അവരെന്തെങ്കിലും ഓർമ്മകൾ അറിയില്ല, പിള്ളേരുടെ മനസ്സിൽ കൂടെ എന്താ ഓടുന്നതെന്ന് അറിയില്ലല്ലോ. എന്തെങ്കിലും ഓർമ്മകളോ ഉണ്ടോ ഒക്കെ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഡൗൺ ആയിരിക്കുമ്പോഴത്തേക്കും സ്ഥിരം വല്ലപ്പോഴും കേൾക്കുന്നൊരു പാട്ട് അന്തിവിണ്ണിൽ അമ്പിളിക്കല എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. നമ്മുടെ സിത്താര ചേച്ചി പാടിയ ഒരു പാട്ട്. ആ പാട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഡൗൺ ആയിരിക്കുമ്പോൾ ഔട്ടായിരിക്കുമ്പോഴത്തേക്കും കേൾക്കുന്നൊരു പാട്ടാണ്. ചെറുതായിട്ട് പാട്ടും പാടുമല്ലോ വല്ലപ്പോഴും, ചെറിയൊരു പാട്ടും കൂടെ. ഈ പാരഡി ഒക്കെ പാടുമല്ലോ? പാരഡി അത് ഞാൻ പാട്ടേ ഉള്ളൂ, എഴുത്ത് മൊത്തം അതും ഷമീറാണ് എഴുതുന്നത്. പാരഡി മൊത്തം എഴുതുന്നത് ഷമീറാണ്. ഏതെങ്കിലും ഒന്ന് നമുക്ക് പാട്ടോ പാരഡിയോ എന്തെങ്കിലും ഒന്ന് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ പാട്ട് തന്നെ പാടാം. നേരത്തെ പറഞ്ഞ പാട്ട്. അന്തിവിണ്ണിലമ്പിളിക്കല തിളങ്ങണുണ്ട് ചങ്ക് തൊട്ടുപാട് പൈങ്കിളി, നമ്മൾ നട്ട വെള്ളരിക്കിന വിളഞ്ഞുവാനിൽ ചെഞ്ചുകപ്പ് താരമായടി, നിന്റെ കണ്ണിൽ എൻ്റെ കണ്ണിലും
നിലാവെളിച്ചമൊന്നുപോലെ തുള്ളി വീണടി, കണ്ണുനീർ തുടച്ചിതാരൊരാൾ കരം പിടിച്ചു നമ്മളെ നടത്തിടുന്നടി. നല്ലതൊന്നും എൻ്റെ കൺമണി മണ്ണിൽ നിന്നും അങ്ങനങ്ങുമായുകില്ലടി. നല്ലതൊന്നും എൻ്റെ കൺമണി മണ്ണിൽ നിന്നും അങ്ങനങ്ങുമായുകില്ലടി. എന്ത് ഫീൽ ആയിട്ടാ പാടുന്നേ, അടിപൊളി. താങ്ക് യു. അപ്പൊ ഇനിയും അടുത്ത സിനിമയുടെ ഓഫേഴ്സ് ഒന്നും വന്നില്ല എന്ന് നേരത്തെ പറഞ്ഞു. ഇല്ല, നിലവിൽ വേറെ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഓൾറെഡി ചെയ്ത 1-2 പരിപാടികൾ വരാനുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും അവസാനം ഷൂട്ട് ചെയ്ത വ്യസന സമേതമാണ് ആദ്യം ഇറങ്ങിയത്. അപ്പോൾ ആ ഓർഡർ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനു മുമ്പ് ആഭ്യന്തര കുറ്റവാളി കട, അതിൽ ചെറിയൊരു സീൻ ഉണ്ടായിരുന്നു, അത് റിലീസായി. പിന്നെ അതുപോലെ ഇനി ഓടും കുതിര ചാടും കുതിര ഫഹദ് കട, അതിലും ചെറിയൊരു സീനുണ്ട്, അൽത്താഫ് ബ്രോ ഡയറക്റ്റ് ചെയ്തത്. പിന്നെ ഇപ്പോൾ കേരള ക്രൈം ഫയൽസ് ഇറങ്ങി, അതിൽ ഒരു ചെറിയ സീനുണ്ട്. പിന്നെ സംഭവരണം 4.5 സംഘം എന്ന് പറഞ്ഞ് കൃഷാന്ത് ഏട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വെബ് സീരീസ്, അതിൽ ഒരു ചെറിയ സീനുണ്ട്. ഇതൊക്കെ എല്ലാം ചെറിയ 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 പരിപാടികളാണ്. അപ്പോൾ ഒരു ത്രൂ ഔട്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം വ്യസന സമേതമായിരുന്നു. പിന്നെ അതുപോലെ ഇന്ദിരത്ത് എന്ന് പറഞ്ഞൊരു പുതിയ ഡയറക്ടർ ചെയ്യുന്ന, അതിൽ ഉർവശി ചേച്ചി, ശ്രീനാഥ് ബാസി, ഭാവന, പ്രിയ പി വാര്യർ, അനക്ക, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതിലും ഒരു കുറച്ച് ഇതിനേക്കാളൊക്കെ കുറച്ചുകൂടി സീനുള്ളൊരു പടം, ഒരു 3-4 സീനൊക്കെ ഉണ്ട്. അത് ഷൂട്ടിങ് കഴിഞ്ഞു, അതിൽ കുറച്ച് ഡിലേ വന്നു. ഇപ്പോൾ ഡബ്ബിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇറങ്ങാനുണ്ട്. ഓൾറെഡി ചെയ്ത കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇനി പുതിയ ഓഫറൊന്നും വന്നിട്ടില്ല, വരുമായിരിക്കും, നോക്കാം. ഒരുപാട് നീണ്ടൊരു നിര തന്നെ ഉണ്ട്. ഉണ്ട്, പക്ഷെ ഇതെല്ലാം ഈ പറഞ്ഞ ചെറിയ 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 പരിപാടിയാണ്. വ്യസന സംവേദത്തിലുള്ള പോലെ അത്രയും അങ്ങനെ ഒരു വലിയൊരു ക്യാരക്ടറല്ല, എല്ലാം ചെറിയ ചെറിയ പരിപാടിയാണ്. നോക്കാം, ഒരുപാട് അവസരങ്ങൾ ഇനിയും തേടി എത്തട്ടെ. എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഇപ്പം കോണ്ടന്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ, പുതിയ കുറേ പേജസ് ഉണ്ട്, ഇൻഡിവിജ്വലായിട്ട് അവരുടെ അക്കൗണ്ടിൽ ചെയ്യുന്നവരുണ്ട്. പുതിയ ടാലൻസിൻ്റെ അല്ലെ പുതിയ ആൾക്കാരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പം എന്താ തോന്നുന്നത്? കാണുമ്പം എന്താ നല്ല കാണുമ്പോൾ സന്തോഷമേ ഉള്ളൂ. നല്ല സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്തായാലും സന്തോഷം. കാര്യം നമ്മൾ ഇപ്പം എനിക്കൊന്ന് ഹാഷറൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായപ്പോഴാണ് ഹാഷറൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്കൊന്ന് ഹാഷറിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് സമയത്ത് നമ്മളങ്ങോട്ട് ഞാൻ ഒരു ദിവസം ഹാഷറിൻ്റെ വീഡിയോ കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ കൊള്ളാം, ഓക്കെ, രസമുണ്ട്, അങ്ങനെ ബിഞ്ച് വാച്ചായിരുന്നു. ഞാൻ ഹാഷറിൻ്റെ അന്ന് എനിക്കൊന്ന് ഹാഷർ 35-40 വീഡിയോസ് ചെയ്തിട്ടുള്ളൂ. അത്ര ഒരു 10-25-30 വീഡിയോസ് ഉള്ളൂ. ഞാൻ അത്രയും വീഡിയോ ഒറ്റ സ്ട്രെച്ചിലായിരുന്നു കണ്ടത് ഹാഷറിൻ്റെ. അപ്പോൾ കണ്ടു വന്നപ്പോഴാണ് നോക്കിയപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിയാവുന്ന സ്ഥലം, ഇടവ റെയിൽവേ സ്റ്റേഷൻ, ശ്രീ 8 ഗ്രൗണ്ട്, ഇത് നമ്മളെ നാട്ടിൽ നാട്. അങ്ങനെ അപ്പോൾ മെസ്സേജ് അയച്ചു. അപ്പോൾ ആഷിറിനെ എനിക്കൊന്ന് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ അവന് എന്തായാലും 20 താഴെ 20K താഴെ ഉള്ളൂ. എനിക്കൊന്ന് 10-12 ഫോളോവേഴ്സാണ് അപ്പോൾ ഉള്ളത്. അപ്പോൾ എനിക്ക് ഒന്ന് 250-300 ഉണ്ട്. പിന്നെ ആഷിറൊക്കെ ടപ്പ് ചെയ്ത് ഒറ്റ പോക്കല്ലേ. അപ്പോൾ അത് അമീൻ, അവരൊക്കെ എനിക്കൊന്ന് അമീനൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാര്യം അവർ നമുക്ക് ഇഷ്ടപ്പെടുന്ന ക്രിയേറ്റേഴ്സ് കയറി പോകുന്ന കാണുമ്പോഴേ നമുക്ക് ചിലരെ കാണുമ്പോൾ കൊള്ളാം, അടിപൊളിയാണ് തോന്നുന്ന ആൾക്കാർ കയറി വരുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ. ഇപ്പം ഹാഷറൊക്കെ ആയാലും ഞാൻ സിനിമ കണ്ട ഉടനെ ആദ്യം വിളിച്ചത് അവന്മാരെ വിളിച്ചു, ഹാഷറിനെയും അലിനെയൊക്കെ വിളിച്ചു. ഇപ്പം അമീനൊക്കെ പടങ്ങൾ എനിക്കൊന്ന് അമീൻ ഇപ്പോൾ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും അല്ലമീൻ ടീമായ അല്ലമീൻ, നിഹാൽ, നിബ്രാസ്, അവർ 3 പേരും ഒരുമിച്ചാണ് ഇപ്പം ഇതിൽ അഭിനയിച്ചത്, നമ്മുടെ ഉജ്ജ്വലൻ. പക്ഷെ അവർക്കിപ്പോൾ 3 പേർക്കും സെപ്പറേറ്റ് പടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ആക്ച്വലി നല്ല പരിപാടിയാണ്. ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന 3 ഇൻഡിവിജ്വൽ പടങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരുമിച്ചല്ല. 3 പേര് 3 സിനിമയിൽ ക്യാരക്ടർ റോൾസ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല പരിപാടി. അപ്പോൾ ആ ടീമായിട്ട് പോകുന്നേക്കാളും നല്ലത് അങ്ങനെ മാറി ചെയ്യുന്നതാണ് അവർക്ക് നല്ലത്. അപ്പോൾ അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. സുബിനായാലും നമ്മൾ ഒരുമിച്ചുണ്ടെങ്കിൽ സുബിൻ ഇപ്പോൾ വേറെ പടങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് കോമ്പറ്റീഷനായിട്ട് മാറുന്നുണ്ടോ കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളത്? കോമ്പറ്റീഷൻ ഇല്ലെന്ന് തോന്നുന്നു. അത് കോമ്പറ്റീഷൻ ആവും, അത് എപ്പോഴെന്ന് പറയാം. കൊളാബറേഷൻസ് ചിലപ്പോൾ കോമ്പറ്റീഷൻ ആവും. അല്ലാതെ കണ്ടന്റ് ബേസോ അല്ലെങ്കിൽ ഇപ്പം സിനിമയിലാണെങ്കിലും അതിപ്പോൾ മൊത്തത്തിൽ കോമ്പറ്റീഷൻ കാണുമല്ലോ. എല്ലാവർക്കും ഇപ്പോൾ ഒരു ക്യാരക്ടർ വരുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ സജഷൻ ഉണ്ടാവും, ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഒരു കോമ്പറ്റീഷൻ അല്ലാതെ അതിനപ്പുറമില്ല എനിക്ക്. പക്ഷേ കൊളാബറേഷൻ വരുമ്പോഴാണ് കാര്യം, ആൾക്കാർക്ക് ഒരുപാട് ഓപ്ഷൻ ആയല്ലോ. നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കൊളാബറേഷൻസ് കിട്ടാൻ എളുപ്പമാണ്, നമുക്ക് അത്യാവശ്യം നല്ല റേറ്റിംഗ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം അത് മാറി, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം കൊളാബറേഷൻസ് വരുമ്പോൾ കുറച്ച് ടൈം, അല്ലാതെ വേറെ കോമ്പറ്റീഷൻ ഒന്നുമില്ല. ഷമീർ ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്, അത് മിക്കവാറും അടുത്ത വർഷം ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൽ തന്നെ ഷമീറിൻ്റെ ഓപ്ഷനിലുള്ളത് വേറൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം കോമ്പറ്റീഷൻ ഒന്നും ഇല്ലെന്നുള്ളതാണല്ലോ. പ്രിഫർ ചെയ്യുന്ന ഫസ്റ്റ് ഓപ്ഷനായിട്ട് വേറൊരാളെ വെച്ചിരിക്കുന്നത്.
ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ വേറെ ക്രിയേറ്റേഴ്സ് ആണെന്ന് തോന്നുന്നു. കാര്യം ആ ഒരു പരിപാടിയാണ്. നടക്കൂലെന്ന് അറിയില്ല, അതൊക്കെ അതിൻ്റെ ഡിസ്കഷൻ നടക്കുന്നേ ഉള്ളൂ. കാസ്റ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. പ്രൊഡക്ഷൻ സെറ്റാണ്. യെസ്, അതാണ് പരിപാടി. അങ്ങനെ കോമ്പറ്റീഷൻ ഇല്ല. എല്ലാം അടിപൊളിയായിട്ട് തന്നെ നടക്കട്ടെ. അവസരങ്ങൾ ഒരുപാട് വരട്ടെ. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളൊക്കെ ഒരുപാട് കിട്ടട്ടെ, ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.